ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക പ്രതാപവർമ്മയോട് പറയുക, എനിക്ക് എൻ്റെ അച്ഛനെ മറന്നിട്ട് എങ്ങോട്ട് ഓടി ഒളിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവും. ഇനി ഞാൻ എൻ്റെ അച്ഛനെ വിട്ട് എവിടേക്കും പോകില്ല. അത് കേട്ടിട്ട് പ്രതാപൻ പറയുക, നീ എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നത്? വിട്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊക്കെ ജീവിച്ചിരിക്കുക എന്നുള്ളതിന് തീരുമാനമെടുക്കാൻ പറ്റുമോ? അച്ഛൻ എന്തായി പറയുന്നത്? മോളെ, ഫിലോസഫി പറയുവാണെന്ന് തോന്നണ്ട. ഈ ലോകം ഒരു സത്രമാണ്. നമ്മളൊക്കെ കുറച്ചു നാളത്തേക്ക് കയറി വന്ന് താമസിക്കുന്ന വെറും ഗസ്റ്റുകൾ മാത്രം. റിട്ടേൺ ടിക്കറ്റുമായിട്ടാണ് നമ്മൾ വരുന്നത് തന്നെ. കാലാവധി നിശ്ചയിച്ച് വിടുന്നത് കാലപുരുഷനാ. അദ്ദേഹം പറയുമ്പോൾ ആർക്കും പോയേ പറ്റൂ. പ്രതാപൻ അങ്ങനെ പറയുമ്പോൾ ഋതികയ്ക്ക് സങ്കടം വരിക. മരണവുമായിട്ടാണ് നമ്മൾ ഏറ്റവും അധികം കടമപ്പെട്ടിരിക്കുന്നത്. അച്ഛൻ എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛൻ ഇങ്ങനെയൊന്നും പറയാത്തതാ. എൻ്റെ അച്ഛൻ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഉള്ളു വല്ലാതെ പൊള്ളുന്നുണ്ട്. ഞാനായിട്ട് അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി അച്ഛാ, ക്ഷമിക്കച്ച എന്നും പറഞ്ഞ് ഋതിക കരഞ്ഞുകൊണ്ട് പ്രതാപനെ കെട്ടിപ്പിടിക്കുവാണ്. എൻ്റെ മോള് വിഷമിക്കാതെ. മോള് പറഞ്ഞതെന്നോർത്ത് എനിക്ക് ഒരു വിഷമവും ഇല്ല. അതൊന്നും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയില്ല. ഞാൻ ഓർത്തത് വേറെ ചില കാര്യങ്ങളാണ്. അതൊന്നും തൽക്കാലം നീ അറിയേണ്ടതായ വിഷയങ്ങളും അല്ല. എൻ്റെ മോളിപ്പോൾ മോടെ മുറിയിലോട്ട് ചെല്ല്. അച്ഛൻ എന്നോടിപ്പോൾ പിണക്കമൊന്നും ഇല്ലല്ലോ? ഇല്ല മോളെ, മോള് ചെല്ല്. അങ്ങനെ ഋതിക അവിടുന്ന് പോവുകയാണ്. പ്രതാപൻ വീണ്ടും സങ്കടത്തിലാണ്. ദൈവമേ, ഞാൻ ഇവരോടൊക്കെ എങ്ങനെ വിട പറയും? എന്തിനാ ദൈവമേ എനിക്ക് ഈ വിധി തന്നത്? ഋതിക ഇങ്ങനെ അവളുടെ മുറിയിലോട്ട് വരുമ്പോൾ സരസ്വതി അമ്മ ആ ചെയറിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതെന്തു പറ്റി അമ്മാമ്മേ? അമ്മയും മോളുടെ സംസാരിച്ച് കരച്ചിലായോ? അതോ ഇനി വഴക്കിലായോ? എന്താ അമ്മാമ്മ ഒന്നും മിണ്ടാത്തത്? സരസ്വതി അമ്മ കരഞ്ഞുകൊണ്ട് പറയുക, ഞാൻ എൻ്റെ മോളുടെ ശബ്ദം കേട്ടപ്പോഴേ ഞാനങ്ങ് കരഞ്ഞുപോയി. ഞാൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല മോളെ. പത്മാവതി വിചാരിക്കുക, എങ്കിലും ആരായിരിക്കും വിളിച്ചത്? കരയുമായിരുന്നല്ലോ, ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കിയാലോ എന്ന് കരുതി പത്മാവതി സരസ്വതി അമ്മയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. ഋതിക അത് കണ്ടിട്ട് പറയാം, ദേണ്ട അമ്മയാണല്ലോ വീണ്ടും ഇങ്ങോട്ട് വിളിക്കുന്നത്. എന്താ അമ്മാമ്മയ്ക്ക് അമ്മയോട് സംസാരിക്കണ്ടായോ? അമ്മാമ്മ സംസാരിക്കണം. ഞാനേ മീഡിയേറ്റർ ആകാം. അമ്മയ്ക്കും മകൾക്കും വേണ്ടി ഈ കൊച്ചുമകള് മീഡിയേറ്റർ ആകാം. എന്നിട്ട് ഋതിക ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ പത്മാവതി ഹലോ എന്ന് പറയുമ്പോൾ ഋതിക അമ്മേന്ന് വിളിക്കുക. ആഹാ, മോളായിരുന്നോ? ഇത് മോളുടെ പുതിയ നമ്പറാണോ? അതെ, ഈ നമ്പറിൻ്റെ ഉടമയെ ഒരു സർപ്രൈസ് പേഴ്സണാ. ഞാനെന്നാൽ അമ്മ ആ ആൾക്ക് കൊടുക്കട്ടെ? ആ, കൊടുക്കും മോളെ. അങ്ങനെ ഋതിക ഫോൺ സരസ്വതി അമ്മയുടെ കൈ കൊടുക്കുന്നു. പത്മാവതി ഹലോ, എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുവാണ്. സരസ്വതി അമ്മ വിങ്ങിപ്പൊട്ടി കരഞ്ഞോണ്ട്, മോളെ, ഞാൻ നിന്റെ അമ്മയാ. 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ച് പത്മാവതിയുടെ മുന്നിൽ മിന്നിത്തിളങ്ങുന്നത് പോലെ അതേ സന്തോഷം കൊണ്ടിങ്ങനെ പത്മാവതി നിൽക്കുവാണ്. വിങ്ങിപ്പൊട്ടി കരഞ്ഞോണ്ട് പത്മാവതി അമ്മയെന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ സരസ്വതി അമ്മയും കരഞ്ഞോണ്ട് മോളേന്നും വിളിക്കുന്നു. എൻ്റെ പൊന്നമ്മേ, എൻ്റെ പൊന്നു മോളെ, എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ. കാണാമേ. അമ്മയ്ക്ക് എന്നെ ഇപ്പം കാണാൻ പറ്റുമോ? ഞാൻ എവിടെ വരണമെന്ന് അമ്മ പറഞ്ഞാൽ മാത്രം മതി. ഞാൻ അങ്ങോട്ട് വരാമേ. പെട്ടെന്ന് സരസ്വതിയമ്മ ഋതിയോട് ചോദിക്കുന്നു, മോളെ ഇപ്പോൾ പോകാൻ പറ്റുമോ? അമ്മമ്മ ഫോണിങ് തന്നേ എന്നും പറഞ്ഞ് ഋതിക ഫോൺ വാങ്ങിച്ചിട്ട്, ഹലോ അമ്മേ, എന്തായാലും വർഷം 10-23 കഴിഞ്ഞില്ലേ അമ്മയും മോളും തമ്മിൽ കണ്ടിട്ട്? അതുകൊണ്ട് എൻ്റെ അമ്മ ഇന്നുകൂടി ക്ഷമിക്ക്. നാളെ നമുക്ക് വെള്ളിമുത്ത് അമ്പലത്തിൽ വെച്ച് കാണാം. സന്തോഷത്തോടെ പത്മാവതി പറയാം, മതി മോളെ. അങ്ങനെ 23 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പത്മാവതി അമ്മയെ കാണുന്ന ത്രില്ലിലാണ്. എൻ്റെ അമ്മാമ്മയ്ക്ക് ഇപ്പം സന്തോഷമായില്ലേ? നാളെ അമ്മയും മോളും കൂടി അമ്പലമുറ്റത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. പട്ടുപാവാട ഉടുത്ത് ഓടി വരുന്ന എൻ്റെ പത്മയുടെ മുഖമാണ് എൻ്റെ മനസ്സ് നിറയെ. അങ്ങനെ സരസ്വതി അമ്മയും മകളെ നേരിട്ട് കാണാവുന്ന ആവേശത്തിലിരിക്കുവാണ്. പ്രതാപനാണെങ്കിൽ ആ സോഫയിൽ ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തു എന്തോ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുവാണ്. അപ്പോൾ പ്രതാപൻ്റെ പ്രതിരൂപം എതിരെ വന്നിരുന്ന് ചിരിക്കുവാണ്. പ്രതിരൂപം എന്നിട്ട് ചോദിക്കുന്നു, എന്താ മിനിസ്റ്റർ പ്രതാപവർമ്മേ ഗൗരവമായിട്ടൊരാലോചന? എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ പകച്ചു നോക്കുന്നേ? ഞാൻ മറ്റു ആരുമല്ലടോ, നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. നിങ്ങൾ മാനസികമായി ആകെ തകരുവാണെന്ന് എനിക്ക് മനസ്സിലായി. അതറിഞ്ഞ് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. തികച്ചും അർത്ഥപൂർണമായ ഒരു ജീവിതമല്ല നിങ്ങൾ നയിച്ചത്. ആർക്കും ഒരു ദോഷവും ചെയ്തില്ല. കഴിയുന്നത്ര എല്ലാവരെയും സഹായിക്കുകയും ചെയ്തു. ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും നിങ്ങൾ നിങ്ങളുടെ മകളെ വളർത്തി. അതും നിങ്ങളുടെ തന്നെ ആണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്ത നിങ്ങളുടെ മകള്. പ്രതാപൻ പ്രതിരൂപത്തോട് പറയാം, അതെ, അവൾ എൻ്റെ മകൾ തന്നെയാണോ എന്ന് എനിക്കിപ്പോഴും വ്യക്തമായ ഉറപ്പില്ല. എങ്കിലും ഞാൻ അവളെ എൻ്റെ മകളായിട്ട് തന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ പ്രതിരൂപം പറയാൻ, അതൊരർത്ഥത്തിൽ ത്യാഗവും തൻ്റെ കാരുണ്യവും അല്ലേ പ്രതാപ? കഴിഞ്ഞുപോയ തൻ്റെ ജീവിതത്തിലുടനീളം
താനൊരു ആത്മപരിശോധന നടത്തിയാൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രതാപൻ പറയുക, അതെ, അധികാര പദവിയിലും ഞാൻ അഴിമതികളൊന്നും ചെയ്തിട്ടില്ല. താൻ പറഞ്ഞത് കറക്റ്റാ. തനിക്ക് ആവോളം അത് ചെയ്യാമായിരുന്നു. അഴിമതികൾ ചെയ്ത് കുറെ കൂടി സമ്പന്നനാകാമായിരുന്നു. പക്ഷെ ആദർശധീരനായ താൻ അതൊന്നും ചെയ്തില്ല. സ്വജനപക്ഷപാതം കാണിക്കാതെയും കളങ്കം വരുത്താതെയും കുറ്റമറ്റതും സംശുദ്ധവുമായ ഒരു രാഷ്ട്രീയ ജീവിതം താൻ നയിച്ചു. എന്നാൽ മകൾക്ക് വേണ്ടിയും കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയും താൻ പണം ഉണ്ടാക്കാതെ ഇരുന്നില്ല. തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിലൂടെ താൻ ഒത്തിരി നേടുകയും ചെയ്തു. പ്രതാപൻ പറയാം, അതെ, അതൊന്നും എനിക്ക് വേണ്ട. അതെല്ലാം എൻ്റെ മകൾക്കും കൂടപ്പിറപ്പുകൾക്കും ഉള്ളതാ. എടോ പ്രതാപ, ഈ ഹൃദയവിശാലതയാണ് തൻ്റെ പുണ്യം. നിങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ ഉപേക്ഷിച്ചില്ല, കൂടെ നിർത്തി. മാത്രവുമല്ല, ബാല്യകാലം മുതലേ കൂടെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ട അംബിക എന്ന ചേച്ചിയെ നിങ്ങളുടെ സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതുന്നത്. അത് സത്യം തന്നെയാണ്. എനിക്ക് എൻ്റെ ചേച്ചിയും അനിയനും അവരുടെ കുടുംബവും വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ പ്രതാപ, തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സക്സസ്ഫുള്ളായ ഒരു ലൈഫാണ് നിങ്ങളുടേത്. പിന്നെ എന്തിനാ താനിങ്ങനെ വിഷമിക്കുന്നത്? ഓ, നിങ്ങൾക്കൊരു രോഗമുണ്ട് അല്ലേ? അങ്ങനെയാണ് പ്രതാപവർമ്മ, ആരംഭങ്ങൾക്കൊക്കെ ഒരവസാനമുണ്ട്. ഇനി അവസാനിക്കുന്നതിനും ഒരു റീസൺ വേണ്ടേ? അതാണ് ഈ രോഗം. എല്ലാ കഥകളും ചെന്ന് അവസാനിക്കുന്നത് മരണമെന്ന സ്വാഭാവികമായ ക്ലൈമാക്സിൽ. മരണം ഒരു ദുരന്തമാണെങ്കിലും മരണം സ്വാഭാവികം തന്നെ അല്ലേ? മരിക്കണം പ്രതാപ. ഈ ജീർണ വസ്ത്രങ്ങളായ ദേഹം അഴിച്ചുവെച്ച് ആത്മാവിന് തിരികെ പോണം. അങ്ങനെ ആത്മാവിന് പരമാത്മാവിൽ ലയിക്കണം. അതുകൊണ്ട് പ്രതാപ, ആസന്നമായ മരണത്തെക്കുറിച്ച് ഓർത്ത് താങ്കൾ ഇനി ആദി പിടിക്കണ്ട. മരണത്തെ സ്വീകരിക്കാൻ മനസ്സിനെ സജ്ജമാക്കാൻ നോക്ക്. ഇനിയുള്ള തൻ്റെ ജീവിതത്തിൽ മാനസിക സംഘർഷങ്ങൾ പരമാവധി ഒഴിവാക്കണം. ശാന്തിയും സമാധാനവും മാത്രം കണ്ടെത്ത്. ചുറ്റുമുള്ളവരിൽ പലരും തന്നോട് തെറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. അതൊക്കെ മനസ്സിലോട്ടിട്ട് അലട്ടാതെ സ്വസ്ഥതയും മനസമാധാനവും മാത്രം കണ്ടെത്താൻ ശ്രമിക്കേ. മകൾ ആരുടെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അവൾ അച്ഛാന്ന് വിളിക്കുന്നത് നിങ്ങളെ മാത്രമാണ്. അവളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതുവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ജീവിതത്തിൽ ഇനി അവളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ശത്രുക്കളോട് പോലും നമ്മൾ പൊറുക്കുമ്പോഴാണോ നമ്മൾ മനസ്സുകൊണ്ട് വലിയവരാകുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവും, തനിക്ക് ഇപ്പോഴും പത്മാവതിയോട് മാത്രം ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പ്രതാപന്റെ പ്രതിരൂപം അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ്. പ്രതാപൻ വീണ്ടും തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. രാത്രിയിൽ സരസ്വതി അമ്മയുടെ അപ്പുറവും ഇപ്പുറവും ഋതികയും അപ്പും കൂടെ ചേർന്ന് സരസ്വതി അമ്മയെ ഇങ്ങനെ ഞെക്കി പിടിയുവാണ്. സരസ്വതി അമ്മ പറയുക, അപ്പുറവും ഇപ്പുറവും ഇരുന്ന് രണ്ടുപേരൂടെ എന്നെ ഇപ്പം ഞെക്കി കൊല്ലും. അപ്പു പറയുക, അമ്മമ്മയോട് ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നോ. അപ്പോൾ സരസ്വതി അമ്മ പറയുക, അമ്മൂമ്മമാരുടെയും അപ്പൂപ്പന്മാരുടെയും വർഗം ഇപ്പോൾ അന്യം നിന്ന് പോയി. ആ വർഗങ്ങളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് വൃദ്ധസദനങ്ങളിലാണ്. പക്ഷെ ആ കാര്യത്തിൽ വളരെ ചുരുക്കം ആളുകളെ പോലെ ഞാനൊരു ഭാഗ്യവതിയാണ്. എന്നെ സ്നേഹിക്കാൻ എനിക്ക് 2 കൊച്ചുമക്കളില്ലേ? അപ്പു പറയാ, അമ്മുമ്മ മൂകാംബികയിലും ഗുരുവായൂരിലും കാടാമ്പുഴയിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കാതെ ഏതു നേരവും ഞങ്ങളോടൊപ്പം ഇങ്ങനെ ഇരുന്നുകൂടെ? എൻ്റെയും ചേച്ചിയോടൊപ്പം. ആഹാ, അത് കൊള്ളാലോ. അതെന്തൊരു ചോദ്യവാ അപ്പു നീ ചോദിക്കുന്നത്? ഏതു നേരവും അമ്മാമ്മയോടൊപ്പം ഇരിക്കാൻ നമുക്ക് നേരമുണ്ടോ? നിനക്കാണെങ്കിൽ സ്കൂളിൽ പോകണം, എനിക്കാണെങ്കിൽ ജോലിക്കും പോകണം. എനിക്ക് ഈ അമ്മുമ്മയുടെ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ വളരെ ഇഷ്ടമാണ്. പുരാണ കഥകളൊക്കെ അരച്ച് കലക്കി കുടിച്ചിരിക്കുമല്ലയോ ഈ അമ്മുമ്മ? ഋതിക പറയാ, അതെ അതെ, പ്രത്യേകിച്ച് മഹാഭാരതം അല്ലേ അമ്മാമ്മേ? സരസ്വതി അമ്മ പറയാ, മഹാഭാരതവും രാമായണവും ഭാഗവതവും ഒക്കെ ചെറുപ്പകാലം മുതലേ വായിച്ച് ധ്യാനിച്ചിരുന്നതല്ലേ മക്കളെ? അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായി അങ്ങനെ സംഭവിച്ചു പോകുന്നതാ. അപ്പു ചോദിക്കുക, അമ്മുമ്മയ്ക്ക് മഹാഭാരതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാ? അത് മുളക്കർണൻ. മഹാഭാരതത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ റൈറ്റ്സുകളുണ്ട്. ശകുനിക്ക് വരെ അയാളുടേതായ ചില ശരികളുണ്ട്. അപ്പോഴാ മുറിയിലോട്ട് രാജു വരുന്നുണ്ട്. രാജു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, അത് ശരി, ഇതുവരെയും കഥ പറച്ചിലൊന്നും പറഞ്ഞു കഴിഞ്ഞില്ലേ? എവിടെ കഴിയാനാ രാജു? വെളുക്കം വരെ ഉറക്കുവോ ഇതുങ്ങൾ രണ്ടും കൂടെ എന്നെ? പണ്ട് ക്ഷേത്രങ്ങളിലെ കഥാപ്രസംഗത്തിന് മുന്നേ ഒരു ഹരികഥ പറച്ചിലുണ്ടായിരുന്നു. ഞാനിപ്പോഴിവിടുത്തെ ഒരു ഹരികഥക്കാരിയാ രാജു. ചിരിച്ചോണ്ട് ഋതിക പറയാ, അതെ, സുപ്രസിദ്ധ കാതിക സരസ്വതി വർമ്മ. അത് മക്കളെ, നിങ്ങളൊന്നും കഥാപ്രസംഗവും ഹരികഥയും ഒന്നും കേട്ടിട്ടില്ല. നിങ്ങളുടെയൊക്കെ കാലമായപ്പോഴേക്കും അതൊക്കെ അങ്ങ് അന്യം നിന്ന് പോയില്ലേ? എന്നാൽ ശരി അമ്മാമ്മേ, ഇവിടെ സ്റ്റോറി ടെല്ലിങ്ങോ ഡ്രാമയോ എന്ത് വേണമെങ്കിലും നടക്കട്ടെ. ഞാനേ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. പെട്ടെന്ന് ഋതിക രാജുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട്, എന്തിനാ രാജു ഇപ്പം പോന്നേ? സരസ്വതി അമ്മ പറയാ, അവനവൻ്റെ അമ്മയെ കാണാഞ്ഞിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല.
ഇങ്ങനൊരു അമ്മക്കൊച്ച്. അപ്പു ഒരു കളിയാക്കലോടെ പറയുക, ഈ അമ്മക്കൊച്ച് അമ്മയെ കാണാൻ പോകുമ്പോഴേ ഈ ഭാര്യക്കൊച്ചിന് സങ്കടമാകില്ലേ? ആ അമ്മയുള്ളത് കൊണ്ടാണ് ഈ അമ്മക്കൊച്ചിന് ഭാര്യയ്ക്ക് കിട്ടിയത്, അതാരും മറക്കണ്ട എന്നും പറഞ്ഞ് സരസ്വതിയമ്മ പറഞ്ഞ് ചിരിക്കുവാണ്. അപ്പുവിന് വീണ്ടും സംശയം, അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ഈ അമ്മായിയമ്മ പോരുണ്ടാകുന്നത്? അപ്പുമോളെ, ഈ അമ്മായിയമ്മ പോരെന്ന് പറയുന്ന കാര്യം പണ്ട് മുതലേ വീടുകളിൽ നടത്തിപ്പോരുന്ന ഒരു മഹത്തായ കാര്യമാണ്. ആ കലകളൊക്കെ പല തരത്തിലാണ് അരങ്ങേറുന്നത്. ശരി, എന്നാൽ നേരം വൈകി, ഋതികെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് രാജു അവിടുന്ന് പോവുകയാണ്. രാജു അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അപ്പു വിളിക്കുക, രാജുവേട്ടാ വെരി വെരി താങ്ക്സ്. താങ്ക്സോ? എന്തിനാ അപ്പു? ആ മേഡം എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിച്ചതിന്. മേഡം എന്നുള്ള വാക്ക് തന്നെ എൻ്റെ അമ്മാമ്മയെ ഞാനങ്ങ് വെറുത്തുപോയി. ഈ മേഡം എന്ന് എവിടെയെങ്കിലും പറഞ്ഞു കേട്ടാൽ അപ്പം തന്നെ എനിക്ക് പനിയും തലവേദന വരെ വരും. അങ്ങനെ എല്ലാവരും കൂടെ കളിയാക്കി ചിരിക്കുവാണ് രാജുവിനെ. എന്നാൽ ശരി എന്നും പറഞ്ഞ് രാജു അവിടുന്ന് പോവുകയാണ്. രാജു പോയതിൻ്റെ വിഷമത്തിലിങ്ങനെ ഋതിക നിൽക്കുമ്പോൾ അപ്പു സരസ്വതിയമ്മയോട് പറയുക, രാജുവേട്ടൻ ചന്ദ്രനിലോട്ടോ ചൊവ്വയിലോട്ടോ ഒന്നും അല്ലല്ലോ, വീട്ടിലോട്ടല്ലേ അമ്മമ്മയെ പോയത്? അങ്ങനെ സരസ്വതിയമ്മയും അപ്പവും ചേർന്ന് ഋതികയെ നല്ലതുപോലെ കളിയാക്കുവാണ്. ഈ സമയം വേണുവേട്ടൻ രാധമ്മയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് കൊച്ചമ്മണി അങ്ങോട്ട് ഓടി വന്നിട്ട്, എന്താ അച്ഛൻ എന്നെ വിളിച്ചോ? അയ്യോ, നിങ്ങളാണോ എൻ്റെ ഭാര്യ രാധമ്മ? എൻ്റെ ദൈവമേ, കയറി വരുമ്പോഴേ നെഗറ്റീവാണല്ലോ. നിങ്ങൾ വല്ല വായുഗുളിയും കഴിച്ച് കഷായവും കഴിച്ച് രാമനാമവും ജപിച്ച് എവിടെങ്കിലും പോയിന്ന് കിടന്നുകൂടെ അമ്മച്ചി? വെറുതെ എന്തിനാ അമ്മച്ചി ഇങ്ങനെ മനുഷ്യനെ ശല്യപ്പെടുത്തുന്നേ? കൊച്ചമണി പറയാ, ഞാൻ ലൗകിക ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല ഭക്ത. ഇനി ലോകമെമ്പാടും എനിക്കൊരു വിനോദസഞ്ചാരം നടത്തണം. എല്ലാ രാജ്യത്തിലെയും ഭക്ഷണം കഴിക്കണം, പ്രത്യേകിച്ചും ചൈനീസിൻ്റെ. അവിടെയാണെങ്കിലേ പാമ്പും പഴുതാരയും ഒക്കെ ഭക്ഷണമാണെന്നാണ് കേട്ടത്. വേണുവേട്ടൻ പല്ല് കടിച്ചിട്ട് പറയാ, നിങ്ങൾ എവിടെയെങ്കിലും പോയെന്ന് തൊലയി. രണ്ട് കൈയും എടുത്ത് തൊഴുതിട്ട് വേണുവേട്ടൻ പറയുക, എന്തിനാ എൻ്റെ പൊന്നമ്മച്ചി ഞങ്ങൾക്കിങ്ങനെ തലവേദന ഉണ്ടാക്കുന്നത്? അപ്പോൾ പ്രിയ അങ്ങോട്ട് വന്നിട്ട് പറയുക, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യവും ഇല്ല. ആഹാ, അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിങ്ങൾ ഞങ്ങൾക്കൊരു ശല്യവാതല്ലേ. പച്ചക്കറിത്തോട്ടത്തിൽ വരെ കീടനാശിനി ഒഴിച്ച് കീടങ്ങളെ ഒഴിക്കും. നിങ്ങളെ എന്തു മരുന്ന് തളിച്ച് ഓടിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. സ്വന്തം മനസ്സാലെ ഇവിടെ നിന്നൊന്ന് പോയി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇവിടെ നിന്നൊന്ന് പോയി തന്നാലേ ഒരു 2000 രൂപയും ഞാൻ തരാം. അത് കേട്ടതും കൊച്ചമ്മണിക്ക് വന്നതോ ദേഷ്യം. 2000 രൂപ നിന്റെ അപ്പ്, ഇത്രേ പറയുന്നുള്ളൂ. ഇതിനിപ്പോഴുള്ള ഞാൻ മറുപടി തരാം. എന്നെ സംരക്ഷിക്കാനുള്ള ബാധ്യത എൻ്റെ മകനല്ലേ ഉള്ളത്. കാര്യം അവനും ഞാനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ എന്നെ തള്ളി പറയില്ല. എടാ മകനെ താമരാക്ഷ. അയ്യോ, താമരാക്ഷനോ? വേണുവേട്ടൻ ചോദിക്കാം. അതേ, അവനിടാൻ ഞാൻ വെച്ചിരുന്ന പേരാ അത്. പിന്നെ ആ ഓട്ടംതുള്ളലുകാരൻ തന്തയാ ജയൻ എന്ന പേരിട്ടത്. അങ്ങനെ മകനേ മകനേന്ന് നീട്ടി വിളിക്കുവാണ് കൊച്ചമ്മണി. അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ജയൻ വന്നിട്ട് ചോദിക്കുക, മഹത്വമേറിയ മാതാവേ, എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചടാ മോനെ. ഇന്നേ 2 തീരുമാനം ഉണ്ടാക്കണം. 2 ഒരു തീരുമാനം മതിയല്ലോ അമ്മേ. അതെന്തായാലും ഞാൻ ഉണ്ടാക്കിത്തരാം. അമ്മ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. എടാ, നിന്റെ ഭാര്യ എൻ്റെ മുഖത്ത് നോക്കി പറയുക, ഞാനൊരു ശല്യമാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന്. ആഹാ, നീ അങ്ങനെ പറഞ്ഞോടി പ്രിയേ? ആ, ഞാൻ പറഞ്ഞു. ഇവർക്കാണെങ്കിലേ ചോറ് ഇവിടെയും കൂറ് വേറൊരിടത്തുവാ. എൻ്റെ അമ്മ, ഏതൊരു സന്യാസി പോലും പറയുന്ന വാക്കാ അവൾ ഈ പറഞ്ഞത്. അല്ല, അവൾ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ അമ്മ എൻ്റെ ജീവന്. അതുകൊണ്ട് ഞാൻ വേറൊരു വഴി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏത് വഴിയാ മോനെ? അത് കൃത്യമായിട്ട് ഫുഡ് കിട്ടും, മരുന്ന് വേണമെങ്കിലും കിട്ടും, ഉറങ്ങാനൊരിടവും കിട്ടും. കാവും കണ്ടത്തിൽ പള്ളിക്കാർ നടത്തുന്ന ഒരു അനാഥാലയമുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ അവിടെ കൊണ്ടുചെന്നാക്കാം. വേണ്ടടാ, അതിനേക്കാൾ നല്ലതേ സെൻട്രൽ ജയിലിൽ പോകുന്നതാടാ. മട്ടൻ കറിയും പൊറോട്ടയും ദിവസം കിട്ടുമെന്ന് ആളുകൾ പറയുന്നത്. അതിനവിടെ പോകണമെങ്കിൽ അമ്മ ആരെങ്കിലും തട്ടണമല്ലോ. അതിനല്ലേടാ തൂണ് പോലെ വളർന്ന് നീ നിൽക്കുന്നത്. നിന്നെ തട്ടിയിട്ട് ഞാൻ പോവുകടാ. ദാണ്ട തള്ളേ. എടാ മോനെ, നീ എവിടെ ഉണ്ടോ അവിടെ ഞാനും ഉണ്ടടാ. ചുമ്മാതെ അല്ലടാ നിന്നെ ഞാൻ പ്രസവിച്ചത്, നിനക്ക് കേൾക്കണോടാ. അപ്പോൾ ഫ്രണ്ട്സ്, ചുമ്മാതെയല്ല പ്രസവിച്ചതെന്നും പറഞ്ഞ് കൊച്ചമ്മണി കണക്ക് ചോദിക്കുവാണ്. പ്രതാപൻ ഋതികയോട് പത്മാവതിയെ കാണരുതെന്ന് പറഞ്ഞെങ്കിലും പത്മാവതിയും ഋതികയും സരസ്വതിയമ്മയെല്ലാം പരസ്പരം കാണും. അവരെല്ലാവരോടും ഒന്നുകൂടുമ്പോൾ അംബിക പത്മാവതിയോട് ചെയ്ത ക്രൂരതകളുടെ കഥകളൊക്കെ അറിയും. ഒടുവിൽ സരസ്വതിയമ്മ അംബികയെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.